പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു രാഷ്ട്രതലവൻ അയാളുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഭ്രാന്താലയം സന്ദർശിക്കുന്ന ഒരു വേളയിൽ അവിടുത്തെ അന്തേവാസികളെയും രോഗികളെയും ഒക്കെ കണ്ട് കാര്യങ്ങൾ പഠിക്കുന്നതിനിടയിൽ ഒരു സെല്ലിനകത്ത് ഒരു മനുഷ്യൻ ആ ഇരുമ്പഴികളിൽ തലയടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അയാൾ കാണുന്നുണ്ട്. അവിടുത്തെ അധികൃതരോട് ചോദിച്ചു, ഇയാളുടെ പ്രശ്നം, ഇയാൾ എന്നാണ് ഇവിടെ വന്നത്, എന്താണ് ഇയാളുടെ വേദന എന്നന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇയാൾ ഒരുപാട് കാലം മുമ്പ് വന്നയാളാണ് ഇവിടെ. അയാളൊരു പ്രണയപരാജയത്തിൻ്റെ ഇരയാണ്. ദീർഘകാലം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുകയും അവർ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ മനുഷ്യൻ മാനസികമായി തകർന്നുപോയി. ആ തകർച്ചയാണ് ഈ മനുഷ്യനെ ഈ സെല്ലിനകത്ത് എത്തിച്ചിട്ടുള്ളത്. ആ സങ്കടമാണ് അയാൾ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്. അന്നും ഇന്നും ഇയാൾക്കൊരു മാറ്റവുമില്ല എന്ന്. അത് കഴിഞ്ഞും പിന്നെയും മുന്നോട്ട് പോയി തൊട്ടടുത്ത സെല്ലിൽ ഒരു ഭ്രാന്തൻ വളരെ ഒച്ചപ്പാടിട്ട് ബഹളമുണ്ടാക്കുന്നുണ്ട്, വലിയ ശബ്ദമുയർത്തുന്നുണ്ട്, ആരെയോ അസഭ്യം പറയുന്നുണ്ട്. അയാൾ ഉറക്കെ അയാൾ ചീത്ത വിളിക്കുന്നുണ്ട്. അതെല്ലാം ആ സെല്ലിനകത്തുള്ള ചുവരിൽ പതിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം നോക്കിയാണ്. അയാളെക്കുറിച്ചും അന്വേഷിച്ചു ഒരു രാഷ്ട്രതലവൻ, ഇയാൾക്ക് എന്താ പറ്റിയത്, ഇയാൾ എന്തുകൊണ്ടാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, ആരെ ഈ ചീത്ത വിളിക്കുന്നത് എന്ന്. അവർ പറഞ്ഞു, ആ ചുവരിലെ ചിത്രം അയാളുടെ ഭാര്യയാണ്. അയാൾ വലിയ പ്രതീക്ഷയോടുകൂടി ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ടും ആ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടു പോയതുകൊണ്ട് മാനസിക നില തകർന്നു പോയ മനുഷ്യൻ ആ ഭാര്യയോടുള്ള വെറുപ്പും ദേഷ്യവുമാണ് ഈ പ്രകടിപ്പിക്കുന്നത്. ഈ സ്ത്രീയാണ്, ഇയാളുടെ ഭാര്യയായിരുന്ന ഈ സ്ത്രീയാണ് മറ്റേയാളിൻ്റെ കാമുകി എന്ന്, മറ്റേയാളിനെ ഭ്രാന്തനാക്കിയതും അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ കാമുകിയാണ് എന്നും അവർ കൂട്ടി വായിക്കുന്നുണ്ട്. ഈ സംഭവ കഥയിൽ ഒരു സ്ത്രീ കാണാൻ രണ്ട് പുരുഷന്മാർക്ക് ഭ്രാന്തായി എന്നതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല പ്രശ്നവും. ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത്. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയൊരു പ്രശ്നമാണ് പ്രണയമെന്നുള്ളത്. പ്രണയിച്ച് ഭ്രാന്തായവനും പ്രണയം ലഭിക്കാതെ ഭ്രാന്തായവനുമാണ് ഈ കഥയിൽ രണ്ട് കഥാപാത്രങ്ങൾ. അതുപോലെയാണ് ഇന്ന് ലോകത്തെ മനുഷ്യരും. പ്രണയമെന്നുള്ളത് അതിൻ്റെ വിശദീകരണത്തിൽ കടക്കുമ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രണയം എന്ന വാക്കൊക്കെ പള്ളി മെമ്പറിൽ പറയേണ്ടതാണോ, അല്ലെങ്കിൽ നമുക്കിതുമായിട്ട് എന്ത് ബന്ധം എന്നൊരു ആശയക്കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് എന്താണ് പ്രണയമെന്നും പ്രണയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ നിലപാട് എന്താണെന്നും ആമുഖമായി മനസ്സിലാക്കിയിട്ട് ചർച്ചയിലേക്ക് കടന്നാൽ മാത്രമേ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. പ്രണയമെന്ന് പറയുമ്പോൾ ഒരു എതിർ ലിംഗക്കാരനോട് അല്ലെങ്കിൽ ലിംഗക്കാരിയോട് ഒരാൾക്ക് തോന്നുന്ന ആഗ്രഹം, താല്പര്യം, ഇഷ്ടം, ഇണക്കം, ഇതിനാണ് പ്രണയമെന്ന് പറയുക. ഒരു ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും തോന്നുന്ന ഒരു താല്പര്യം, ഒരു ആഗ്രഹം, ഒരു ഇണക്കം, അതിൻ്റെ പേരാണ് പ്രണയമെന്നുള്ളത്. ഈ പ്രണയം ഇല്ലാതെ ലോകമേ ഉണ്ടാവില്ല എന്ന നിലയിലാണ് പ്രണയത്തിൻ്റെ പ്രസക്തി ലോകത്ത് നിലനിൽക്കുന്നത്. ഇവിടെ കവിതകൾ ഉണ്ടായതും കഥകൾ ഉണ്ടായതും ഇവിടെ നാടകങ്ങൾ രൂപപ്പെട്ടതും സിനിമകൾ ഇന്നും നിലനിൽക്കുന്നതും ഈ പ്രണയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. മനുഷ്യ സൃഷ്ടിപ്പിൽ മുഹബത്ത് നഹോത്തി തോ കുച്ച് ബി നഹോത്ത എന്നൊരു ഹിന്ദുസ്ഥാനി കവി പറഞ്ഞതുപോലെ പ്രണയമില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ സർവ്വസൃഷ്ടിചരാചരങ്ങൾക്കിടയിലും സന്നിവേശിക്കപ്പെട്ട ഒരു വികാരം തന്നെയാണ് പ്രണയം എന്നതാണ് ഇസ്ലാമിൻ്റെയും കാഴ്ചപ്പാട്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. മനുഷ്യരെ ഈ മണ്ണിൽ മുളയ്ക്കുന്ന സസ്യലതാദികളെപ്പോലും ഇണകളായി സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ പടച്ചവൻ. മനുഷ്യരിൽ നിന്നും ഇണകളായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. വമിമ്മാ ലാ യഅലമൂന, മനുഷ്യർക്കറിയാത്ത ഒരുപാട് സൃഷ്ടി വിഭാഗങ്ങളുണ്ട്, അവകളെയും അല്ലാഹു എന്ത് ചെയ്തിരിക്കുന്നു, ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. വഖലഖനാ മിൻ കുല്ലി ഷൈഇൻ സൗജൈനി ലഅല്ലക്കും തതദക്കറൂൻ. എല്ലാ സൃഷ്ടികളെയും ഇണകളായി നാം പടച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അതിൽ നിങ്ങൾക്ക് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് ഖുർആൻ ചേർത്ത് വായിക്കുന്നു.
ഒരു ഓരോ വംശങ്ങളുടെയും ജീവിവർഗങ്ങളുടെയും വംശീയമായ നിലനിൽപ്പും വംശീയമായ വർധനവും പ്രണയത്തെ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നുണ്ട്. പ്രണയമില്ലെങ്കിൽ മനുഷ്യന് സന്താനങ്ങൾ ഉണ്ടാവില്ല, മറ്റ് ജീവജാലങ്ങൾ വികസിക്കില്ല. വംശീയമായ വർധനവുണ്ടാകണമെങ്കിൽ പ്രണയമുണ്ടാകണം. പ്രണയം അള്ളാഹുവിൻ്റെ തന്നെ ഒരു മനുഷ്യൻ അള്ളാഹു തന്നെ പ്രകൃതിദത്തമായി സന്നിവേശിപ്പിച്ച ഒരു വികാരമാണ്. അതുകൊണ്ട് പ്രണയമില്ല എന്ന് പറയുന്ന മതമല്ല വിശുദ്ധ ഇസ്ലാം. മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാകാതെ തികച്ചും കാട്ടാളന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ കാടത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു മതവിശ്വാസത്തിന്റെ പേരല്ല ഇസ്ലാം എന്നുള്ളത്. മനുഷ്യന്റെ പ്രകൃതിയോട് ഇണങ്ങുന്ന നിർദ്ദേശങ്ങൾ മനുഷ്യനപ്പപ്പോ നൽകുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വൈകാരിക തലങ്ങളെ വ്യക്തമായ ബോധ്യമുള്ളവനാണ് പടച്ചവൻ. ആ പടച്ചവന്റെ നിയമങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രണയമുണ്ട്. പക്ഷെ ആ പ്രണയത്തിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥകൾ ലംഘിച്ചത് കൊണ്ടാണ് ഇന്ന് പ്രണയം എന്നുള്ളത് വലിയ അബദ്ധമായി തീർന്നു എന്ന് നമുക്ക് തോന്നുന്നത്. ഇന്ന് പ്രണയം വലിയ അപകടകരമായ ഒരു അവസ്ഥയിലാണ്. എവിടെ നോക്കിയാലും പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപത്തുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യാഘാതങ്ങളുടെയും ചർച്ചകളാണ് നമുക്കിടയിൽ നിലനിൽക്കുന്നത്. അതിന് കാരണമുണ്ട്. വിവാഹപൂർവ്വ പ്രണയവും വിവാഹാനന്തര പ്രണയവും ഇത് രണ്ടും രണ്ട് നിലയിൽ മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാട് നമുക്ക് വ്യക്തമാവുക. എവിടെയാണ് നമ്മൾ പ്രണയിക്കേണ്ടത് എന്ന് നമുക്കൊരു റൂട്ട് മാപ്പ് കിട്ടുക. നമ്മുടെ പ്രണയമെന്ന് പറയുമ്പോൾ തന്നെ അതൊക്കെ ഒരു ഭൂതകാലത്തിന്റെ കഥകളായിട്ട് എപ്പോഴും എല്ലാവരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതൊക്കെ അന്ധകാലം. പഠിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹൈസ്കൂൾ മുതൽ ഡിഗ്രിക്ക് പോയപ്പോൾ ഡിപ്ലോമയ്ക്ക് പോയപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി ജീവിച്ചിരുന്ന കൗമാര പ്രായത്തിലെ ആ കൗമാര കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അയവറക്കുന്നിടത്താണ് പലർക്കും ഇന്നും പ്രണയം പറയാനുള്ളത്. ഇന്ന് പ്രണയങ്ങളുടെ താവളം എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളാണ്, സ്കൂളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊരു അബദ്ധമാണ്, വലിയ അബദ്ധ ചിന്തയാണ്. നമ്മളെന്ന് താലോലിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രണയങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ടാക്കുന്ന നാശങ്ങളുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ഈ കൊച്ചു കേരളത്തിൽ പോലും 94% ആൾക്കാരും സാക്ഷരതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കണക്കാക്കപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും പ്രതിവർഷം 80-നും 100-നും ഇടയിൽ ആൾക്കാരാണ് പ്രണയം കാരണം മരിക്കുന്നത് എന്നതാണ് കണക്ക്. ഈ പ്രണയം കാരണം ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം, ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം. ഈ നിലയിൽ 80-നും 100-നും ഇടയിൽ മരണം പ്രതിവർഷം ഈ കൊച്ചു കേരളത്തിൽ പ്രണയം കൊണ്ടുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആപത്താണല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണല്ലോ. ഈ റോഡ് അപകടങ്ങൾ നടക്കുന്നുണ്ട്. ആ അപകടങ്ങളിൽ പല സ്കൂട്ടർ യാത്രികന്മാരുടെയും തലയടിച്ച് മരണങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് ഹെൽമറ്റ് നിർബന്ധമാക്കി. ഒരു അപകടം തടയാൻ കഴിയില്ല. അപകടമുണ്ടായാലും ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മരണത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഹെൽമറ്റ് നിർബന്ധമാക്കിയ സർക്കാരാണ് നമുക്കുള്ളത്. ഒരു കരുതലാണല്ലോ അത്. അപ്പം മരണങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിവർഷം 100ഓളം ആൾക്കാർ മരണം പിടിപെടുന്നുണ്ട് ഈ പ്രണയം കാരണം. ഇത് തീർച്ചയായിട്ടും ഇത് എന്തിനാ ഇൻമെച്ചുറൽ റൊമാൻറ്റിക് അഫെക്ഷൻ എന്ന് പറയാം. ഇതിനെ അപക്വമായ ഒരു പ്രണയബന്ധമാണ് ഈ സമൂഹത്തിൽ ടീനേജുകാരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഈ കൗമാര പ്രായം എന്ന് പറയുമ്പോൾ ഒന്നും പ്രേമിക്കണം എന്ന ആൾക്കാർ പറയുന്നത്, ഒന്നും പ്രേമിച്ചില്ലെങ്കിൽ പിന്നെ എന്താ? അതിന്റെ പ്രത്യാഘാതത്തിന്റെ വ്യാപ്തിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 8-10ഓളം കുട്ടികളെയാണ് കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള പ്രണയത്തിന്റെ പേരിൽ. ഈ പ്രണയനഷ്ടം താൽക്കാലികമായി ഒരു മനുഷ്യൻ ആണും പെണ്ണുമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആണും പെണ്ണുമാകുമ്പോൾ പടച്ചവന്റെ സൃഷ്ടിപ്പിന്റെ ഘടന തന്നെ അങ്ങനെയാണ്. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ആഗ്രഹം തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ആ പടച്ചവന്റെ സൃഷ്ടിപ്പിന്റെ സംവിധാനം എന്നുള്ളത്. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് സ്വാഭാവികമാണ്. അതെങ്ങനെ സംഭവിക്കണം? അതൊരു സ്ത്രീ ആയതിന്റെ അടയാളമാണ്. ഒരു പുരുഷനായതിന്റെ അടയാളമാണ്. ഒരു അന്യ പുരുഷനോട് ഒരു പെൺകുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ, ഇഷ്ടം തോന്നിയാൽ അത് ആ സ്ത്രീ ആയിരിക്കുന്നു. ഇത് ഇന്ന് മുതൽ പെൺകുട്ടിയല്ല, ഒരു കുട്ടിയല്ല, വളർന്നിരിക്കുന്നു. അവൾ ഒരു എന്ത് ചെയ്യുന്നു? അവളൊരു ഇണയെ ആഗ്രഹിക്കുന്ന ശാരീരികമായ വളർച്ച അവൾക്ക് എത്തിയിരിക്കുന്നു. ഒരു മാനസികമായ വളർച്ച അവൾക്ക് എത്തിയിരിക്കുന്നു. മെച്യൂരിറ്റിയും ഉണ്ട് എങ്കിൽ, അവൾ ഒരു ഇണയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നടക്കേണ്ടത് വിവാഹമാണ്. ആണിനാണെങ്കിലും അങ്ങനെ വിവാഹമാണ് നടക്കേണ്ടത്. അല്ല, വിവാഹത്തിന് മുമ്പായിട്ട് വിവാഹപൂർവ്വ പ്രണയബന്ധങ്ങൾ അതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി എന്നുള്ളത് വലിയ അബദ്ധമാണ്. അതിന്റെ പ്രത്യാഘാതമാണ് ഒന്നിങ്ങനെ. മറുഭാഗത്തോ ഈ പ്രണയ പരാജയങ്ങൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ വലിയ തോതിൽ മാനസിക രോഗികളെ സൃഷ്ടിക്കുന്നുണ്ട്. വലിയ ഭാവിയുടെ തലമുറയാണ് ഇവർ പഠിച്ച് ഈ രാജ്യത്തിന്റെ ഭാവി കാക്കേണ്ടവരാണ്. അടുത്ത സമൂഹത്തിന്റെ കടിഞ്ഞാൻ പിടിക്കേണ്ട യുവതയാകേണ്ടവരാണ്. ഇവരാണ് ഈ കൗമാര പ്രായത്തിൽ പ്രണയ പരാജയങ്ങൾ, നൊമ്പരങ്ങൾ മനസ്സിലേറ്റു വാങ്ങിയിട്ട് പലരും തളർന്നു പോയിട്ട് ജീവിതം തന്നെ മടുപ്പാകുന്നുണ്ട്. വിഷാദ രോഗികൾ ഒരുപാടുണ്ടാകുന്നു പ്രണയപരാജയം കാരണം. ആത്മഹത്യകളും കൊലപാതകങ്ങൾക്കും അപ്പുറത്തേക്ക് തന്നെ പ്രണയിച്ച് വഞ്ചിച്ചവളോടുള്ള പ്രതികാര ദാഹവുമായിട്ട് നടന്നിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആസിഡ് കുപ്പി കൊണ്ടുവന്ന് മുഖത്തേക്ക് വലിച്ചെറിയുന്നവർ.
എത്ര പ്രതികാരത്തിൻ്റെ കഥകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച പോലും പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. യൂട്യൂബിൽ വഴിയുള്ള ബന്ധം വഴി ഇൻഫ്ലുവൻസ് ആയത് കാരണം അവർ പ്രണയിക്കാൻ തുടങ്ങി. ആ പ്രണയത്തിൽ എല്ലാം പങ്കിട്ടു. ആ പങ്കിട്ട് പോയി അവസാനം ചതിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് ആൾക്കാരെ ഉപദേശിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പൊ ഈ വിധത്തിൽ വലിയ നാശങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ അപക്വമായ പ്രണയ സംവിധാനങ്ങൾ. ഇത് ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് കടയോടെ പിഴുതെറിയുന്ന ഒരു സമീപനമാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. മാനസിക രോഗങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും മാത്രമല്ല, ഇത് ദൂരവ്യാപകമായി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ലൈംഗിക അരാജകത്വങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ സമൂഹത്തിൽ നിന്ന് സാർവത്രികമായി മാറിയിട്ടുണ്ട്. ഹൈസ്കൂൾ ലെവൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ നടത്തിയിട്ടുള്ള സർവേകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഓരോരുത്തരും പുറത്തു വരുന്നത്. 35% അല്ല 42% അല്ല 45%, വിവിധ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ഹൈസ്കൂൾ ലെവൽ മുതൽ മുകളിലേക്കുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും 42% കുട്ടികളും ലൈംഗികതയിൽ അനുഭവ വിദ്യാഭ്യാസമുള്ളവരാണ്, അനുഭവജ്ഞാനമുള്ളവരാണ് എന്ന് പറയുമ്പോൾ എത്ര വലിയ അപകടമാണ് ഈ പ്രണയങ്ങൾ ഇവിടെ വിതച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഫാദർലെസ് സൊസൈറ്റി, തന്തയില്ലാത്തൊരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള അടിത്തറയല്ലാതെ ഇതുകൊണ്ട് പാകപ്പെടില്ല. ആരാണ് തന്തയെന്നറിയാതെ എത്ര അബോഷനുകൾ, എത്ര ആത്മഹത്യകൾ, എത്ര അപമാനങ്ങൾ, എത്ര മാനക്കേടുകൾ, എത്ര സ്വപ്നങ്ങളാണ് കുടുംബത്തിൻ്റെതായി തകർന്നു പോയിട്ടുള്ളത്. ഈ പക്വതയില്ലാത്ത പ്രണയങ്ങൾ, ഈ പ്രണയം, ഈ വിഷയത്തിൽ ഇസ്ലാമിന് പറയാനുള്ളത്, വിവാഹപൂർവ്വ പ്രണയത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം അല്പം കടുപ്പിച്ച സംസാരിക്കുന്നത് അത് വ്യഭിചാരമാണ് എന്ന്. പോലെ അത്തഖറബുസ്സിന ഫഇന്നഹു ഫാഹിഷ എന്ന്. അത് വളരെ മോശമായൊരു പ്രവൃത്തി തന്നെയാണ്. അത് വ്യഭിചാരം തന്നെയാണ്. ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും പാടില്ല എന്ന വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഒരു അന്യ പെണ്ണും പുരുഷനും ഒരിക്കലും അവർ തനിച്ചാകാൻ പാടില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണെങ്കിലും ശരി, യാത്രയുടെ പേരിലാണെങ്കിലും ശരി, ഒരു റൂം ഷെയറിംഗിന്റെ പേരിലാണെങ്കിലും ശരി, ഒരു ആണും പെണ്ണും അന്യരാണോ അവർക്കിടയിൽ സൗഹൃദമില്ല, അവർക്കിടയിൽ പങ്കിടലില്ല, അവർക്കിടയിൽ റൂം ഷെയറിംഗ് ഇല്ല, അവർക്കിടയിൽ യാത്രകൾ പങ്കിടലില്ല, സിനിമ കൊട്ടകക്കകത്ത് പങ്കിടലില്ല, അങ്ങനെ ഒന്നുമില്ല. ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് പാടില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെയും ഒരു ലൈംഗിക അരാജകത്വമായി തന്നെയാണ് ഇസ്ലാം കണക്കാക്കുന്നത്. അതൊരു ലൈസൻസ് വേണം. മനുഷ്യന്റെ വികാരങ്ങളെ മാനിക്കാത്തവരല്ല, മനുഷ്യന്റെ വികാരങ്ങളെ മാനിക്കുന്നു. ആണിനും പെണ്ണിനുമുള്ള വികാരങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക് ഒരു ഇണയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു പ്രായത്തിലേക്ക് അവൾ എത്തുകയും ശരീരവും മനസ്സും അത് ആഗ്രഹിക്കുകയും ചെയ്തു, അവൾ പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് ഇണയെ കണ്ടെത്തേണ്ടത് രക്ഷകർത്താക്കളുടെ ബാധ്യതയാണ് എന്ന്. രക്ഷകർത്താക്കളുടെ ബാധ്യതയാണ്. അതിന് പ്രായവും പരിധിയും ഇല്ല കേട്ടോ. അത് നമ്മളിവിടെ 19 വയസ്സിലെ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാവൂ എന്നൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. ആ നിയമം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി വന്ന നിയമമാണോ, അത് സ്ത്രീകളെ അടിമകളാക്കുന്ന നിയമമാണോ ആലോചിക്കണം. ഒരു പെൺകുട്ടിക്ക് 17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹം കഴിക്കണം, അവൾക്കൊരു ആഗ്രഹമുണ്ട്, ഒരു പുരുഷനോടൊപ്പം ജീവിക്കണമെന്ന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരു പെൺകുട്ടിയെ ആഗ്രഹിക്കുമ്പോഴും അവൾക്ക് 2 വർഷത്തോളം വിലക്കേർപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ സിസ്റ്റം. 19 ആവട്ടെ എന്ന്. അപ്പൊ ഈ 2 കൊല്ലം വിവാഹപൂർവ്വ ബന്ധങ്ങളാവാമല്ലോ, അപ്പൊ റൊമാൻസ് ഒക്കെ ആവാം, പ്രണയിക്കാന്ന്. ഇതാണ് നമ്മുടെ സമൂഹം എന്നുണ്ടായി സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചതി എന്നുള്ളത്. ഏറ്റവും വലിയ അപകടം അവിടെയാണ്. ഈ 19 വയസ്സൊരു പ്രായം പോട്ടെ, 35 വയസ്സുള്ള ഒരു പെൺകുട്ടി ആദ്യ വിവാഹം, ആ പെൺകുട്ടിയെ ബലാത്കാരമായി വാപ്പയും ഉമ്മയും ചേർന്നൊരു വിവാഹം നടത്തി കൊടുത്താൽ ആ വിവാഹം അസാധുവാണ്. ആ പെൺകുട്ടിക്ക് താല്പര്യമില്ല. 35 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ വാപ്പാക്കും ഉമ്മാക്കും അനുവാദമുണ്ടോ? ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ ആ വിവാഹം നടത്താൻ ഒരു രക്ഷകർത്താക്കിനും അധികാരമില്ല. അത് ചോദ്യം ചെയ്യപ്പെടാം നിയമപരമായി. അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പെൺകുട്ടിക്കുണ്ട്, ഈ സമൂഹത്തിനുമുണ്ട്. അപ്പോൾ 19 എന്നല്ല, ഏത് പ്രായത്തിലാണെങ്കിലും അവരുടെ താല്പര്യവും ആഗ്രഹവുമാണ്. പിന്നെ പലപ്പോഴും പെൺകുട്ടികൾ മെച്ചൂർഡ് ആകാൻ, പക്വതയൊക്കെ എത്താൻ ഒരു കുടുംബമൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന്. പെൺകുട്ടികളെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച് മിനിമം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആണുങ്ങളെ പോലെയുള്ള അത്രയും വളരെ ശുഷ്കിച്ച ബലവാന്മാരല്ല, നമ്മളെക്കാൾ കരുത്തുള്ളവരാണ് സ്ത്രീകൾ എന്നുള്ളത്. നമുക്ക് സാധ്യമാകുന്ന കുറെ മേഖലകളുണ്ട്. എന്നാലും ശക്തി എന്ന് പറയുമ്പോൾ, സഹനശേഷി എന്ന് പറയുമ്പോൾ സ്ത്രീകളോളം മെച്യൂരിറ്റിയുള്ള ഒരു സമൂഹമേ ഇല്ല. അവരെ മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് ഈ സമൂഹത്തിന്. 6, 7, 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു പാവ കൊടുത്താലേ 5 വയസ്സുള്ള പെൺകുട്ടി പോലും ആ പാവയെ കുളിപ്പിച്ച്, പൊട്ടുടിയിച്ച്, അതിന് വസ്ത്രമുടിപ്പിച്ച്, അതിന് പൗഡർ ഇടിയിച്ച്, അതിനെ മനോഹരമായി പാട്ടുപാടി ഉറക്കുന്ന ഒരു പെൺകുട്ടിയിൽ കാണാൻ കഴിയുന്നത് മാതൃത്വത്തിന്റെ ശക്തിയാണ്. ചെറിയ പെൺകുട്ടികൾക്ക് പോലും ഒരു ഉമ്മയുടെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ അത്രയും കരുത്തുണ്ട് അവൾക്ക്. ഏത് സന്ദർഭത്തിനൊത്തും ഉയരാനുള്ള കെൽപ്പ്, മാനസികമായ കരുത്ത് പെൺകുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് ഒരു വിവാഹം കഴിച്ചാൽ പെട്ടെന്ന് അവൾ എന്ത് ചെയ്യും? അബലയാണ്, പണ്ടേ അബലയാണ്, അതിലൂടെ പിന്നെയും ഗർഭിണിയും പ്രസവമൊക്കെ പെൺകുട്ടികൾ നന്നായി ക്ഷീണിച്ചു പോകുമെന്നുള്ളതൊക്കെ വെറും തോന്നൽ മാത്രമാണ്.
ഈ മരണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വേദന ഏറിയത് പ്രസവമാണെന്ന് അന്നും ഇന്നും നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഇന്നേ വരെ ഒരു പെണ്ണും പറഞ്ഞിട്ടില്ല ഞാൻ പ്രസവിക്കില്ല എന്ന്. എത്ര വലിയ വേദനയാണെങ്കിലും ഞാൻ പ്രസവിക്കുമെന്ന് തന്നെ പറയുന്നവളാണ് പെണ്ണ്. അത്രയും കരുത്തുണ്ട് അവൾക്ക്, അത്രയും ശക്തിയുണ്ട് അവൾക്ക്. ആമസോൺ കാടുകൾ ലോകത്തെ ഏറ്റവും വലിയ മഴക്കാടുകളാണ് ആമസോൺ കാട്. 40 ദിവസം ആ വനാന്തരത്തിനുള്ളിൽ വന്യമൃഗങ്ങളും ഇരുട്ടും മഞ്ഞും തണുപ്പുമല്ലാതെ മറ്റൊന്നുമില്ലാത്ത മഴക്കാടുകൾക്കുള്ളിൽ പെട്ടുപോയ 4 കുട്ടികൾ. ഹെലികോപ്റ്റർ അപകടത്തിൽ 40 ദിവസം ആ കുട്ടികൾ കഴിഞ്ഞതവിടെ. അമ്മ മരണപ്പെട്ടു പോയി സ്പോട്ടിൽ തന്നെ. പിന്നെയുള്ള 4 കുട്ടികൾ, 1 വയസ്സുള്ള ഒരു കുട്ടിയടക്കം 13 വയസ്സ് വരെയുള്ള കുട്ടികൾ. 13 വയസ്സുള്ള പെൺകുട്ടി അന്ന് അവളൊരു അമ്മയായി മാറി, അവളൊരു പട്ടാളക്കാരനായി മാറി, അവളൊരു പോലീസുകാരനായി മാറി. എല്ലാം 3 അനിയന്മാരെയും അനിയത്തിയെയും ചേർത്ത് പിടിച്ചിട്ട് 40 ദിവസം കാക്കയ്ക്കും കൊടുത്തില്ല, പൂച്ചയ്ക്കും കൊടുത്തില്ല, വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, വിഷക്കായി കഴിക്കാതെ, പച്ചിലകളും കഴിക്കാവുന്ന പഴങ്ങളും മാത്രം കഴിപ്പിച്ച് സംരക്ഷിച്ചു പിടിച്ച ഒരു പെൺകുട്ടിയുണ്ട്, 13 വയസ്സുള്ള പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് അത് കഴിഞ്ഞ അന്ന് വരെ അമ്മയുടെ തണലിൽ ജീവിച്ച പെൺകുട്ടിയാണ്. പക്ഷേ അമ്മ മരിച്ചു വീണപ്പോ ആ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് ചെറിയ കുട്ടികളെയും ചേർത്ത് പിടിച്ചിട്ട് അവരെ സുരക്ഷിതമായി 40 ദിവസം ചേർത്ത് പിടിച്ചൊരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ, അതൊരു പെൺകുട്ടി മാത്രമല്ല, ഏതൊരു പെൺകുട്ടിക്ക് അത് കഴിയും. ആണുങ്ങൾ പോലും പതറിപ്പോകുന്നിടത്ത് ജയിച്ചു നിൽക്കാൻ കഴിയുന്ന ശക്തിയാണ് സ്ത്രീ എന്നുള്ളത്. ആ സ്ത്രീ ശക്തി മനസ്സിലാക്കാതെയാണ് ഇന്നെന്ത് സ്ത്രീ സമത്വത്തിന് വേണ്ടി ഇവിടുത്തെ തെരുവിൽ മുദ്രാവാക്യം വിളിക്കുന്നത്. സ്ത്രീകൾ സ്വയം ഒന്ന് മനസ്സിലാക്കണ്ടേ? അത് ഇസ്ലാം പറയുന്നത്. ഒരു വിവാഹത്തിലൂടെ എങ്ങും തകർന്നു പോകുന്നവളങ്ങുമല്ല, അല്ലെങ്കിൽ ഒരു പ്രസവത്തിലൂടെ ഉടഞ്ഞു പോകുന്നവളുമല്ല പെണ്ണ്. അതുകൊണ്ട് അവർ ആഗ്രഹിക്കുമ്പോൾ വിവാഹം കഴിക്കാനുള്ള അനുമതി, അതാണ് ഏറ്റവും നല്ല ഫോർമുല, അതാണ് ഏറ്റവും നല്ല നിയമവും. അതിന് പ്രായം വെച്ചത് ശരിക്കും പറഞ്ഞാൽ പുനഃപരിശോധിക്കേണ്ട നിയമമായിട്ടല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഒരു പെൺകുട്ടിക്ക് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ആൺകുട്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രണയം പൂവിടണമെങ്കിൽ വിവാഹം എന്ന ലൈസൻസ് ആവശ്യമാണ്. ആ ലൈസൻസ് ഒരാണിന് പെൺകുട്ടിയുമായി ജീവിക്കണം, പ്രണയിക്കണം, ആ പ്രണയത്തിന് വിവാഹം വേണം, വിവാഹത്തിന് ശേഷം പ്രണയിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷെ ഈ പ്രണയമൊക്കെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിവാഹത്തിന് മുമ്പ് മാത്രം പറയുന്ന ഒരു വാക്കായി ചുരുങ്ങിപ്പോവുകയും വിവാഹത്തിന് ശേഷം പ്രണയമില്ലാതാവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയെ പ്രണയിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടാവോ? ഭർത്താവിനെ പ്രണയിച്ച ഭാര്യമാർ ഇവിടെ ഉണ്ടാകോ? ഇല്ല, നമുക്കതില്ല. നമ്മൾ അങ്ങനെ പ്രണയിക്കാറില്ല. പ്രണയം നമുക്കത് റൊമാൻറ്റിക് ആവാനുള്ള, സല്ലപിക്കാനുള്ള, അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ. ഇനി എന്ത് ചെയ്യുക? ഞാൻ പോയി ജോലി ചെയ്യുക, ശമ്പളം കൊണ്ടുവരിക, നീ പാചകം ചെയ്യുക, വിളമ്പുക, ഞങ്ങൾ എല്ലാവരും കഴിക്കുക, കിടന്നുറങ്ങുക, ഇതാണ് പരിപാടി. അതിനപ്പുറത്തേക്ക് പരസ്പരം ജീവിതങ്ങൾ പങ്കിടുന്ന ആ പ്രണയത്തെക്കുറിച്ച്, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ആ ഒരു പ്രണയത്തെക്കുറിച്ച് ഖുർആൻ സംസാരിച്ചൊരു ശൈലിയുണ്ട്. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന എന്ന്. എത്ര മനോഹരമായ വാചകം അല്ലാഹു പറയാണ്. ഭാര്യയും ഭർത്താവും എന്നുള്ളത് പരസ്പരം വസ്ത്രങ്ങൾ പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് പരസ്പരം മറയ്ക്കാൻ കഴിയില്ല, എന്നാൽ നിങ്ങൾ പരസ്പരം മറയുമാണ് എന്ന്. എനിക്കൊന്നും എൻ്റെ ഭാര്യയുടെ മുമ്പിൽ മറക്കാനില്ല. ഞാൻ എൻ്റെ സങ്കടങ്ങൾ അവരുടെ മുമ്പിലുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ അവളുടെ മുമ്പിലുണ്ട്, എൻ്റെ സന്തോഷങ്ങൾ അവളുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാം പങ്കിടുമ്പോഴും എൻ്റെ അഭിമാനവും എൻ്റെ സ്വകാര്യതകളും മറച്ചു പിടിക്കുന്ന വസ്ത്രം പോലെ അവൾ എന്നെയും അണച്ചു പിടിക്കുന്നുണ്ട്. ഇതാണ് ദാമ്പത്യം എന്നുള്ളത്. ഇതാണ് പ്രണയത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഭാര്യയും ഭർത്താവും മരണം വരെയും പ്രണയിക്കുന്ന ആ മനോഹരമായ ദാമ്പത്യ ജീവിതമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഖുർആൻ എന്താ നിക്കാഹ് എന്ന ഖുർആനിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, വിവാഹത്തിന് നിക്കാഹ് എന്ന അറബികൾ ഉപയോഗിക്കുന്നത്. നിക്കാഹ് എന്ന വാക്ക് പോലും എങ്ങനെ ഉണ്ടായി? പ്രാചീന കാലത്ത് അറബികൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് തനാക്കഹത്തിൽ അഷ്ജാർ, വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില മരങ്ങൾ തമ്മിൽ പരസ്പരം ചേർന്ന് പോകും. ഒരു മരം ഒന്നിലേക്ക് ചാഞ്ഞിട്ട് ആ 2 മരങ്ങളും പിന്നെ തളിരിട്ട് വളരുമ്പോൾ 2ന്റെയും കൊണ്ടകൾ പോലും തിരിച്ചറിയില്ല. ഏത് മരത്തിന്റെ ശിഖരമാണ് അങ്ങോട്ട് പോയിരിക്കുന്ന അറിയില്ല. 2 മരങ്ങൾ കാണുമ്പോൾ ഒരു മരം പോലെ തോന്നുന്ന ആ പ്രയോഗത്തിന് അറബികൾ പറഞ്ഞ വാക്ക തനാക്കഹത്തിൽ അഷ്ജാർ. ആ വാക്കിൽ നിന്നാണ് നിക്കാഹ് എന്ന വാക്ക് അള്ളാഹു എടുത്തത് സംസാരിക്കാൻ വേണ്ടി മനുഷ്യനോട്. നിക്കാഹ് 2 പേരെ ഒന്നാക്കുന്ന സംവിധാനം. ഒന്നും ചേരുമ്പോൾ 2ആകുമെന്നത് ഗണിതമാണെങ്കിൽ 1 ചേർന്ന് ഇമ്മിന് വലിയ ഒന്നാകുമെന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തത്വമുണ്ടല്ലോ, അതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. 1 ചേരുമ്പോൾ ഇമ്മിന് വലിയ ഒന്നാകുന്ന ദാമ്പത്യം, 2 പേരെ ഒന്നാക്കുന്ന ഒരു മാസ്മരികമായ ഒരു അക്ദാണ്, ഒരു ഇടപാടാണ്, കരാറാണ് വിവാഹം എന്നുള്ളത്. അങ്ങനെയുള്ള ദാമ്പത്യ ജീവിതം ഉണ്ടാകണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് ജസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹുവിന്. അവരെ കച്ചവടം ഏറ്റെടുക്കാൻ വേണ്ടി വന്ന ബിസിനസ്സുകാരൻ, ആ വ്യക്തിത്വം അവരെ സ്വാധീനിച്ചു. സംസാരത്തിലെ ആ മാന്യത, അതുപോലെ തന്നെ പ്രതിപക്ഷ മര്യാദ, ആ വ്യക്തിത്വം. പുരുഷന്മാരിലെ ബാഹ്യ സൗന്ദര്യത്തോടല്ല പലപ്പോഴും സ്ത്രീകൾക്ക് ആകർഷണം ഉണ്ടാവുക. ക്വാളിറ്റിയാണ്, വ്യക്തിത്വമാണ്, അവരുടെ പ്രതിപക്ഷ മര്യാദയാണ്, സംസാരത്തിലെ ലാളിത്യമാണ്. എല്ലാം ഒത്തുണങ്ങിയ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ സ്വാഭാവികമായും സ്ത്രീ എന്ന നിലയിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായി.
അതുകൊണ്ട് പണം കൊടുത്ത് മരം ചുറ്റി പ്രണയിക്കാൻ വേണ്ടി അവർ നിന്നിട്ടില്ല. ആ കാലഘട്ടത്തിൽ പോലും ഉന്നതമായ ഒരു സംസ്കാരം ഉയർത്തിപ്പിടിച്ചു. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഉത്തരവാദിത്തപ്പെട്ടവരോട് ആലോചിച്ചു. വിവാഹമാലോചന പ്രണയിച്ചിട്ടില്ല. അപ്പോൾ അവര് പ്രണയിക്കാനുള്ള അനുമതിയായിരുന്നു അത്. ആ അനുവാദം കിട്ടി അവർക്കിടയിൽ വിവാഹം നടന്നു. 25 വയസ്സുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 40 വയസ്സുള്ള ഖദീജയും മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു. അവരുടെ വിയോഗം പ്രവാചകന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്നായി അവസാനിക്കുകയും അവരുടെ വിയോഗാനന്തരവും മരണശേഷവും ഖദീജയെക്കുറിച്ച് പ്രവാചകൻ വാചാലനാകുമ്പോൾ അത് കണ്ടിട്ട് പ്രവാചകന്റെ പല ഭാര്യമാർക്കും അവരുടെ അസൂയ പോലും തോന്നിയിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവളായിരുന്നു എന്റെ ഖദീജ, എന്റെ മക്കളെ പ്രസവിച്ചവളും എന്റെ ഖദീജയായിരുന്നു എന്ന്. പ്രായം പ്രണയത്തിന് ഒരു തടസ്സമേ അല്ല. അങ്ങനെ ആരും കണക്കാക്കല്ല. നമുക്കിടയിൽ വളരെ നിസ്സാരമായിട്ട് ചില പ്രയോഗങ്ങൾ വരാറുണ്ട്. ഒരു പ്രായം കുറഞ്ഞ ആൾ, 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 45 വയസ്സുള്ള ഒരു സ്ത്രീ വിവാഹം കഴിച്ചാൽ ആട്ടോ ഓടിക്കേണ്ട പ്രായത്തിൽ ലോറി ഓടിക്കുന്നു പറഞ്ഞ് വളരെ മ്ലേച്ഛമായിട്ട് ഇതിനൊക്കെ ഒരുപാട് ഉപമകളുണ്ട്. അത് പറയാൻ കൊള്ളില്ല. അത്രയും നിലവാരം കുറഞ്ഞ ഒരു ചിന്താഗതി അവർക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ്? 2 പേർക്ക്, ഒരു ആണിനും പെണ്ണിനും പ്രണയിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ല. 60 വയസ്സുള്ള ഒരു വയസ്സായ ഒരു വൃദ്ധനം നമ്മൾ കണക്കാക്കുന്ന ഒരു പുരുഷൻ, അയാൾ ഒരു 30 വയസ്സുള്ള സ്ത്രീ വിവാഹം കഴിക്കുന്നു. അവർക്കിടയിൽ പ്രണയിക്കാനും അവർക്കിടയിൽ സന്തോഷിക്കാനും അവർ തൃപ്തരാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതൊന്നും തടസ്സമേ അല്ല. ഇസ്ലാമിൽ പ്രായം ഒരു തടസ്സമേ അല്ല. പ്രവാചകന്റെ വളർത്തുമകൻ എന്നറിയപ്പെടുന്നത് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ദത്തുപുത്രൻ എന്ന് പോലും പ്രയോഗം ഒരു കാലത്തുണ്ടായിരുന്നു. ഖുർആൻ നിഷേധിച്ചു, അത് പാടില്ലെന്ന്. അങ്ങനെ വളർന്ന സെയ്ദ് ഇബ്നു ഹാരിസയും പ്രവാചകന്റെ ഉമ്മ മരണപ്പെട്ട് കബറിൽ മണ്ണിട്ട് മൂടിയിട്ട് മടങ്ങുമ്പോൾ പ്രവാചകന്റെ കൈപിടിച്ചു കൊണ്ടുവന്ന പോറ്റുമ്മയായ ഉമ്മു ഐമനും എത്ര പ്രായ അന്തരമുണ്ട്. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു. ഏറ്റവും വിജയകരമായ ഒരു ദാമ്പത്യം അവർ നയിച്ചു. ആ പ്രണയ കുസുമത്തിൽ വിരിഞ്ഞ പുഷ്പമാണ് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. ഹസനും ഹുസൈനെ പോലെ പ്രവാചകൻ ഇഷ്ടപ്പെട്ട സഹാബിയാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. എത്ര വലിയ അന്തരമുണ്ട് പ്രായത്തിൽ. അവിടെ ആ ദാമ്പത്യത്തിൽ അവരെ പ്രണയാർദ്രമായ ജീവിതത്തിന് അതൊന്നും തടസ്സമായിരുന്നില്ല. അങ്ങനെയുള്ള ചർച്ചകൾ മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ വിളിച്ചും പക്വത നമ്മൾ കാണിക്കണം. നിലവാരം കുറഞ്ഞ ചർച്ചകളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. ആൾക്കാർക്ക് ഇതൊക്കെ ഒരു തമാശയാണ്. പ്രായം കൂടി ആളെ വിവാഹം കഴിച്ചു പറയുമ്പോൾ കളിയാക്കല. ഈ പരിഹാസവും വാക്കുകൾക്ക് ഒരു പ്രസക്തിയില്ല. ജീവിക്കുന്നവർക്ക് പ്രശ്നമില്ലെങ്കിൽ കരക്കിരിക്കുന്ന നിനക്കെന്താ പ്രശ്നം? അവനവന്റെ ജീവിതത്തിലേക്ക് നോക്കുക. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഇത് വിഷയമല്ല. അങ്ങനെ ഖിത്ബത്ത് കിടന്നു ആലോചന നടത്തിയിട്ട് പ്രവാചകനും ഖദീജയും നടത്തിയ ആ ദാമ്പത്യ ജീവിതമുണ്ടല്ലോ, എത്ര പ്രയാദ്രമായിരുന്നു. അവസാനം വരെയും ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലും ഖദീജയെക്കുറിച്ച് ഓർക്കുകയും ഖദീജയുടെ കൂട്ടുകാരികൾക്ക് വേണ്ടി സമ്മാനങ്ങൾ കൊടുത്തുവിടുകയും ചെയ്തത് പ്രവാചകന് ഖദീജയോടുണ്ടായ സ്നേഹത്തിന്റെ ഒരു അളവ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതിലൂടെ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പറയുന്ന ചില വാചകങ്ങളുണ്ട്. എൻ്റെ നബിയും ഞാനും തമ്മിലുള്ള ഒരു സ്വകാര്യ നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ മനോഹരമാണ്. ഇന്നും അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പ്രവാചകൻ ഞാൻ കുടിക്കുന്ന കപ്പിൽ നിന്ന്, ഞാൻ ചുണ്ടുവച്ചിടത്ത് നിന്ന് പ്രവാചകൻ വെള്ളം കുടിക്കുന്നത് ഞാൻ എത്രയോ സമയം കണ്ടിട്ടുണ്ട് എന്ന്. ഒരു ഭാര്യ അഭിമാനത്തോടെ ഓർക്കുന്നൊരു സംഭവമാണിത് കേട്ടോ. നബി തങ്ങളുടെ വിയോഗത്തിന് ശേഷവും ആ ഭാര്യ പറയാണ്, ഞാൻ കുടിക്കുന്ന കപ്പിൽ ഞാൻ ചുണ്ടുവെച്ച അതേ സ്ഥലത്ത് ചുണ്ടുവെച്ച് വെള്ളം കുടിച്ചിട്ട് നബി. ഒരു ദാമ്പത്യത്തിൽ വരുന്ന ഒരു സ്ത്രീക്ക് ഇത് വലിയ സന്തോഷം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഓർത്തു വെച്ച് പറയേണ്ട കാര്യമില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ശരാശരി ഭാര്യ എന്ന നിലയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓർത്തു വെച്ച് ഇത് പറയണമെങ്കിൽ ആ നിമിഷത്തിൽ അവർ എത്ര സന്തോഷിച്ചു എന്ന് ആലോചിക്കണം. ഇന്നും നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളും ഇതൊക്കെ കാണാൻ സന്തോഷിക്കും. അവർക്ക് ഇതിൽ സന്തോഷം ഉണ്ടാവും. ഈ റൊമാൻസ് വീട്ടിനകത്തുണ്ടാകണം, കുടുംബത്തിനകത്തുണ്ടാകണം. അല്ലാതെ ഈ ഒരു ഗ്ലാസ് കുടിക്കുന്നത് ഇപ്പൊ എവിടെയാ? ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് മാച്ച് ഒരു സ്ട്രോ ഇട്ട് അല്ലെങ്കിൽ 2 സ്ട്രോ ഇട്ട് കുടിക്കുന്നത് എന്ന് കോളേജിൽ പോയി കാണണം നമ്മൾ. പെൺകുട്ടികളാണ് വല്ലവന്റെയും മക്കള് ഉടുത്തൊരുങ്ങി ചമഞ്ഞ് പഠിക്കാൻ വേണ്ടി പോയിട്ട് ഏവനെങ്കിലും വിളിച്ച് ബൈക്ക് കയറ്റി കൊണ്ടുപോയി ഏതെങ്കിലും പാർക്കിൽ പോയിരുന്ന് ഏതെങ്കിലും ബീച്ചിലോ റെസ്റ്റോറൻറ്റിലോ പോയിരുന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് മാച്ചിട്ട് അവർ സ്ട്രോ ഇട്ട് കുടിക്കും. എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ കൊണ്ടാക്കും. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, സഹജമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. എല്ലാവരും അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ വാസ്തവം. എല്ലാ പെൺകുട്ടികളും അങ്ങനെയല്ല, ആൺകുട്ടികളും അങ്ങനെയല്ല. എന്നാൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കൂല. ഇവിടെ നമ്മളെല്ലാം എന്ത് ചെയ്യും? ചോറ് തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ റസൂൽ പറയുന്ന പ്രണയം നിങ്ങൾ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ കൊണ്ടുപോകാൻ പ്രായമില്ല. പ്രണയത്തിന് ദാമ്പത്യത്തിൽ വേണം. നമ്മൾ ഈ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. നമ്മൾ കേൾക്കാൻ സമയം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനും എന്ത് ചെയ്യാറുണ്ട്? കുളിക്കുമ്പോൾ ഒരുമിച്ച് ചിലപ്പോൾ കുളിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പാട്ടയ്ക്ക് വേണ്ടി വെള്ളം കോരി പുറത്തു വീത്തുന്ന പാട്ടയ്ക്ക് വേണ്ടി ഞാനും നബിയും തമ്മിൽ അടിയാവാറുണ്ട് എന്ന്. ഇത് ഏറ്റവും ലോകത്തിന്റെ നേതാവാ. മതം പഠിപ്പിക്കാൻ വന്ന, ഖുർആൻ പഠിപ്പിക്കാൻ വന്ന അല്ലാഹുവിന്റെ റസൂല. അപ്പോഴും ഭാര്യയോടുള്ള കടമകൾ, അവരെ സന്തോഷിപ്പിക്കേണ്ട നിമിഷങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പുണ്യ നബിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആരാ പിന്നെ എല്ലാവരോട് കളിക്കാൻ പോവുക? ആരാ തമാശ പറയുക?
അവരും അവരെ ഒരു പരിഗണിക്കേണ്ടത് നമ്മളെപ്പോലെ തന്നെയാണ് അവരും. അവരിനി തമാശകൾ കേൾപ്പിക്കാൻ വേണ്ടി വേറെ ആളെ ഏൽപ്പിക്കുമോ? അങ്ങനെയാണോ? അവരോട് രസം പറയാനും തമാശ പറയാനും സല്ലപിക്കാനും പുറത്തുനിന്ന് ഞാനെങ്കിലും വരാനുണ്ടോ? നമ്മൾ തന്നെയല്ലേ പറയാനുണ്ടത്, അവർ പരിഭവങ്ങൾ കേൾക്കേണ്ടത്, അവരുമായിട്ട് സ്നേഹം പങ്കിടേണ്ടത്, അതൊക്കെ നമ്മൾ തന്നെയാണ്. അത് വീട്ടിനകത്തുണ്ടാവണം. ഇല്ലാതെ പോകുമ്പോഴാണ് വീടൊരു ഭ്രാന്താലയമായി മാറുന്നത്. അല്ലാത്തപ്പോഴാണ് വീട് മസ്കൻ എന്ന് പറയുന്ന സമാധാനത്തിന്റെ ആലയമായി മാറുന്നത്. ഇതുണ്ടാവണം. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാചകമുണ്ട്. അവസാന നിമിഷം 63 വയസ്സുണ്ട് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മരണത്തോടെടുക്കുന്ന നിമിഷം, മരണനിമിഷമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മടിയുടെയും മാറിൻ്റെയും ഇടയിൽ തല ചാച്ചു കിടക്കുന്ന നിമിഷം. അവർ പറയണം, എൻ്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുന്ന നിമിഷമാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മടിയുടെയും മാറിൻ്റെയും ഇടയിൽ തല ചാച്ചുകൊണ്ട് കിടക്കുന്ന നിമിഷം അബ്ദുറഹ്മാൻ എന്ന സഹാബി കടന്നു വന്നു. അവരുടെ സഹോദരനാ. കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അറാക്ക് ഉണ്ടായിരുന്നു, പല്ല് തേക്കുന്ന അറാക്ക് കമ്പുണ്ടായിരുന്നു. പ്രവാചകന്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ വായിച്ചു പ്രവാചകൻ അത് വേണമെന്ന്. ആ അറാക്ക് കൊണ്ട്, ആ കമ്പ് കൊണ്ട് പ്രവാചകന് പല്ല് തേക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞെങ്ങുമില്ല. ആ കണ്ണ് വായിക്കാൻ കഴിഞ്ഞു. അതാണ് പ്രിയപ്പെട്ടവള്. പറയാതെ അറിയാൻ കഴിയണം. അതാണ് സ്നേഹബന്ധം. അങ്ങനെ ഒരു സ്നേഹബന്ധം അവർക്കിടയിൽ വളർന്നു. പ്രായം ഒരു വിഷയമായിരുന്നില്ല. 63 വയസ്സുള്ള വയോധികനായ പ്രവാചകനെ മാറോട് ചേർത്തിട്ട് ആ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കഥകൾ മനസ്സിലാക്കിയിട്ട് ആ അറാക്ക് വാങ്ങിച്ചു. ചുണ്ടിലേക്ക് അടുപ്പിക്കുമ്പോൾ പരുക്കനാണ്, നല്ല പരുക്കൻ. ഇത് പ്രവാചകനെ നോവിക്കാൻ ആഗ്രഹിച്ചില്ല. അവർ സ്വന്തം വായിലേക്ക് വെച്ച് ചവച്ചരച്ചതിന് മാർദ്ദവപ്പെടുത്തി. എൻ്റെ ഉമ്മനീരും എൻ്റെ പ്രവാചകന്റെ ഉമ്മനീരും അവസാനമായി ഒരുമിച്ച് നിമിഷമായിരുന്നു അത് എന്ന് അവർ ഓർത്തു പറയുന്നുണ്ട്. ഏത് പ്രായത്തിലാണ്? ഇത് പ്രണയമാണ്. ഇതിന്റെ പേരാണ് പ്രണയം എന്നുള്ളത്. അല്ലാതെ നീ കൗമാരപ്രായത്തിൽ വല്ലവന്റെയും പെൺകുട്ടികളെ കണ്ണും കാതും കാണിച്ച് വശീകരിച്ച് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഭക്ഷണം വച്ചു കൊടുത്ത് പിന്നെ ഒരുമിച്ചൊന്ന് അന്തി ഉറങ്ങി അവസാനം തേപ്പ് എന്ന് പറയുന്നൊരു പ്രയോജനം ഉണ്ടല്ലോ. ചീറ്റ് ചെയ്ത് ചീറ്റിങ്ങും എല്ലാം കഴിഞ്ഞ അവസാനം പിന്നെ മറ്റൊരു വിവാഹത്തിന് വേണ്ടി അവളെ കെട്ടി ഒരുക്കി വല്ലവന്റെയും മുമ്പിൽ നിർത്തുന്നതിന്റെ പേരല്ല പ്രണയം എന്നുള്ളത്. പ്രണയം ഇതാണ്, ദാമ്പത്യത്തിൽ ഉണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും തന്റെ പ്രിയപ്പെട്ടവൾ കാണിച്ച ആ സ്നേഹം അവർ അഭിമാനത്തോടെ പങ്കിടുന്ന നിമിഷമുണ്ടല്ലോ. ഇത് നമുക്ക് മാതൃകയുണ്ട് ഇതില്. നമ്മുടെ പ്രിയപ്പെട്ടവൾ, നമ്മുടെ വസ്ത്രമെന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ നമ്മളെ പ്രിയപ്പെട്ടവൾ, അവളോട് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറുന്ന, സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. എല്ലാം നഷ്ടപ്പെട്ടിട്ട് കട്ടണകൾ വീണ് കഴിയുമ്പോൾ, എല്ലാം അവസാനിച്ച് കഴിയുമ്പോൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. കമലാസുരയ്യയുടെ ഒരു മിനിക്കഥയുണ്ട്. ബാലസാഹിത്യത്തിൽ അവർ എഴുതുന്നൊരു കഥയുണ്ട്, നെയ്പായസം എന്നൊരു കഥ. കഥാനായകന്റെ ഭാര്യ, 3 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം, എപ്പോഴും ജോലി തിരക്കുമായി ഓഫീസിൽ പണിയെടുക്കുന്ന ഭർത്താവ്. അതുകൊണ്ട് ഭാര്യയോട് എപ്പോഴും സംസാരിക്കാനും സല്ലപിക്കാനും സമയമില്ല. അവൾക്കെപ്പോഴും ഭർത്താവിനെ കുറിച്ച് ആലോചനയുള്ളൂ. കാലത്തെയും ഭക്ഷണം പൊതിഞ്ഞു കെട്ടി കഴിക്കാൻ കൊടുത്തു വിട്ടിട്ട് അവൾ പിന്നെയും വീട്ടിന്റെ ജോലിയിൽ വ്യാപൃതനായി. വൈകുന്നേരം അയാൾ വരുമ്പോൾ ഒരു ചൂലിന്റെ സമീപത്ത് മരിച്ചു കിടക്കുകയാണ് അവന്റെ ഭാര്യ. നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾ അതറിഞ്ഞിട്ട് പോലുമില്ല. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചൂലിന്റെ അടുക്കൽ, അന്നും ഗ്രഹവൃത്തിയുടെ ഭാഗമായി ചൂലിന്റെ അടുക്കൽ ജോലി ചെയ്തുണ്ടെങ്കിൽ ഹൃദയാഘാതം മൂലം മരിച്ചുപോയ ഭാര്യയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മരണം സ്ഥിരീകരിച്ച അവസാനം വളരെ ലളിതമായ ചെലവ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ശവസംസ്കാരവും പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴും കുട്ടികൾ മരണം കൃത്യമായി മനസ്സിലായിട്ടില്ല. ആ നിഷ്കളങ്കരായ കുട്ടികള് അവരെന്ത് ചെയ്യുക, വിശന്ന് ഉറങ്ങാതിരിക്കുന്ന കണ്ടപ്പോൾ മക്കൾ ഉപ്പുമാവ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ ചെല്ലുമ്പോൾ അടുക്കളയിലെ പാത്രത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം അപ്പോഴും തയ്യാറാണ്. അങ്ങനെ പാത്രങ്ങൾ ഓരോന്ന് തുറക്കുമ്പോൾ മക്കൾക്കും ഭർത്താവിനും ഏറ്റവും പ്രിയപ്പെട്ട നെയ്പായസവും ഉണ്ടാക്കി വെച്ചിട്ടാണ് അവൾ മരണപ്പെട്ടു പോയത്. അയാൾക്ക് ഇഷ്ടപ്പെട്ട ആ പായസവും ഉണ്ടാക്കി വെച്ചിട്ടാണ്. അതെങ്ങനെയാണ് അയാൾ കുടിക്കുക? മക്കൾക്ക് വിളമ്പിയിട്ട് കുളിമുറിക്കകത്തേക്ക് കരയാൻ കയറി പോകുന്നിടത്താണ് കമലാസുരയ്യ ആ കഥ അവസാനിപ്പിക്കുന്നത്. കഥയാണെങ്കിലും എത്ര ഹൃദയസ്പർശിയായിട്ടാണ് അവർ എഴുതിയത്. എത്രയോ വീട്ടമ്മമാരാണ്, അവരെ നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. ആ മരിച്ചവളോട് ഇനി എന്ത് പറയാനാണ്? മരിച്ചുപോയ ഭാര്യയോട് ഇനി എങ്ങനെ സ്നേഹം പങ്കിടാനാണ്? എങ്ങനെയാണെന്ന് ചേർത്ത് പിടിക്കുക? എങ്ങനെയാണ് ആ നെറ്റിയിലേക്ക് ഒരു ചുംബനം നൽകുക? സാധ്യമാവും. നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇല്ലെങ്കിൽ അത് വലിയ നഷ്ടമുണ്ടാക്കും. തിരിച്ചു വരാൻ കഴിയാത്ത ഒരു ലോകത്തേക്ക് അവർ കടന്നു പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും ബാക്കിയുണ്ടാവില്ല. ഗൗരവത്തോടെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ തഖ്വയിൽ ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ദലീലാമ്മയുടെ ആത്മകഥയിൽ അദ്ദേഹം എഴുതുന്നൊരു വാചകമുണ്ട്. നമുക്ക് ചുറ്റും കുറേ മനുഷ്യരുണ്ട്. അവർ നമ്മുടെ സ്നേഹത്തിൻ്റെ അവകാശികളാണ്. നമുക്ക് ചുറ്റും കുറേ ഉൽപ്പന്നങ്ങളുമുണ്ട്. അത് നമുക്ക് ഉപയോഗിച്ച് മാറ്റിവെക്കേണ്ടവയുമാണ്. പക്ഷെ വിരോധാഭാസം എന്തെന്നറിയുമോ? ഉപയോഗിച്ച് മാറ്റിവെക്കേണ്ട ഉൽപ്പന്നങ്ങളെ നമ്മളെന്ന് സ്നേഹിക്കുകയും നമ്മുടെ സ്നേഹത്തിൻ്റെ അവകാശികളെ ഉപയോഗിച്ച് കളയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് സമൂഹത്തിനുണ്ടായ ഏറ്റവും വലിയ പതനമെന്ന് ദലീലാമ്മയുടെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. ഈ വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണ്. ഈ നമ്മൾ ഉപയോഗിച്ച് മാറ്റിവെക്കേണ്ട മൊബൈൽ ഫോണുകൾ, നമ്മുടെ വാഹനങ്ങൾ, അങ്ങനെ നമ്മുടെ കച്ചവടം, ഓഫീസ്, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഉപയോഗിച്ച് മാറ്റിവെക്കേണ്ട വസ്തുക്കളാണ്. പക്ഷെ നമുക്കതാണ് പ്രിയപ്പെട്ടത്. ഈ നമ്മളടുത്ത് കഴിഞ്ഞ ഒരു 10 കാലത്തിനിടയിൽ നമുക്കിടയിൽ ഒരു പക്ഷേ നമ്മളടുത്ത് കിടന്നുറങ്ങിയ, എല്ലാ രാത്രിയും നമ്മളോടൊപ്പം ഉറങ്ങിയ ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ മൊബൈൽ ഫോണാണ്. നമ്മളടുത്ത് എപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട് ഉറങ്ങിയത് നമ്മുടെ മൊബൈൽ ഫോണാണ്. പലപ്പോഴും ഭാര്യ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ, മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകാർ, അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല നമ്മളോടൊപ്പം. പക്ഷെ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കിയിട്ട് ഉറങ്ങിയത് മൊബൈൽ ഫോണിനെയാണ്. ആ മൊബൈലിന് കൊടുക്കുന്ന പരിഗണനയും സ്നേഹവും പോലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് നൽകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്നതാണ് ഇന്നത്തെ വർത്തമാനകാല യാഥാർത്ഥ്യം എന്നുള്ളത്. ഉപയോഗിച്ച് മാറ്റിവെക്കേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളോടും വലിയായ സ്നേഹവും സ്നേഹിക്കേണ്ട മനുഷ്യനെ ഉപയോഗിച്ച് മാറ്റിവെക്കണം. ഉപയോഗിക്കാൻ നമ്മളൊരു ഉപയോഗമുണ്ട്. ഭാര്യയെ കൊണ്ട് ചില ഉപയോഗങ്ങളുണ്ട്, ഭർത്താവിനെ കൊണ്ട് കുറച്ച് ഉപയോഗങ്ങളുണ്ട്, വാപ്പയെ കൊണ്ട് മക്കൾക്ക് ഉപയോഗമുണ്ട്, മക്കളെ കൊണ്ട് വാപ്പയ്ക്ക് ഉപയോഗമുണ്ട്. ഈ ഉപയോഗങ്ങൾ എടുക്കുക, ഉപേക്ഷിക്കുക. ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ്. പല ബന്ധങ്ങളെയും കല്യാണത്തിന് വരാനും അത് കണക്ക് തന്നെ മരണത്തിൽ ചടങ്ങിൽ പങ്കെടുക്കാനും ബന്ധുക്കൾ അവർ വരുന്നു, അവരെ പരിപാടി നടത്തുന്നു, പോകുന്നു. അതിനപ്പുറത്തേക്ക് നമുക്കിടയിൽ എന്ത് സ്നേഹബന്ധമാണ് നിലനിൽക്കുന്നത്? ഇല്ല. അവിടെ നമ്മുടെ സ്നേഹത്തിൻ്റെ അവകാശികളാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ. പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടവരാണ്. ആ സ്നേഹങ്ങൾ ഓരോരുത്തർക്കും ഓരോ അളവിൽ കൊടുക്കേണ്ടവരുമാണ് നമ്മൾ. ഭാര്യയോടുള്ള സ്നേഹം വേറെയാണ്, മക്കളുള്ള സ്നേഹം വേറെയാണ്, മാതാപിതാക്കളുള്ള സ്നേഹം വേറെയാണ്. ഈ വാർദ്ധക്യം ബാധിച്ച ഉമ്മയുടെ ഉമ്മ, അവരൊക്കെ എന്നും ജീവിച്ചിരിക്കുമ്പോൾ അവരടുത്തിരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അവരോടൊപ്പം ഇരിക്കാൻ, ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാൻ, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ, വാപ്പയുടെയും ഉമ്മയോടൊപ്പം ഇരിക്കാൻ, സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ എന്തിനായി ഓടുന്നേ? എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? എല്ലാം ഉണ്ടാക്കി കൂട്ടിവെച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്? പണത്തിന് പിറകെ ഉള്ള ഈ പരക്കം പാച്ചിലില് ഇവിടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല, ചിലവാക്കാൻ സ്നേഹമില്ല. പിന്നെ എന്തിനാ മനുഷ്യർ നമ്മളിങ്ങനെ ജീവിക്കുന്നത്? യന്ത്രങ്ങളാണോ നമ്മൾ? ഇത് റോബോട്ടിന്റെ ലോകമല്ലല്ലോ, മനുഷ്യരുടെ ലോകമല്ലേ. പച്ച മനുഷ്യൻ മണ്ണിന് നനവെന്ന പോലെ മനുഷ്യന് സ്നേഹമാണ് ആവശ്യം. അത് കൊടുക്കാൻ കഴിയണം നമുക്ക്. പ്രത്യേകിച്ച് വയസ്സായവര്, പ്രത്യേകിച്ച് കുട്ടികളും വയസ്സായവരോടും പ്രത്യേകമായൊരു സ്നേഹം നമ്മൾ കരുതിയേ തീരൂ. നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അവിടെയാണ് ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുക. അവിടെയാണ് രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും വിലയുണ്ടാവുക. ആ ബന്ധങ്ങൾ കൊണ്ട് പരലോകം വരെയും നമുക്ക് ഉപകാരം ഉണ്ടാവുക. അത്തരത്തിലുള്ള നല്ല സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു ചിന്തിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലിൽദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.